ഞാനിപ്പോൾ ബാംഗ്ലൂരിലെ സുഗി റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടൊരു ഇത് കണ്ടോ, ഫുൾ ഡെവലപ്മെൻ്റ് ആണ്. ഇത് കുറച്ച് അധികം അകത്തേക്ക് കയറിയിട്ടുണ്ട്. ബാംഗ്ലൂർ ടൗണിൽ നിന്ന് ഒത്തിരി മാറിയിട്ടാണ്. ഇലക്ട്രോണിസിറ്റി കഴിഞ്ഞും പോകണം. പക്ഷേ കണ്ടോ, അങ്ങ് അറ്റം ഫുള്ള് ആ ഭാഗം മുഴുവൻ ഡെവലപ്മെൻ്റ് ആണ്. കണ്ടോ, ഇവിടെ എന്താ വരാൻ പോണെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും സുഗി റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ പോട്ടെ. അങ്ങനെ സുഗി റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ ചേറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഒരു പ്രതിമയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്തത്. പിന്നെ ഇത് നമുക്കവിടെ ഔട്ട് സൈഡ് ഡൈനിങ് ഏരിയ അങ്ങനെ എന്താ പറഞ്ഞിട്ട് അവർ ചെയ്തേക്കുന്ന സെറ്റപ്പാണ്. ലെഫ്റ്റ് സൈഡിൽ പ്രോപ്പറായിട്ട് ഡൈനിങ് കൗണ്ടർ ഉണ്ടാവും. ഉള്ളിൽ നമുക്ക് അവാർഡായിട്ട് ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് കുറച്ച് നടക്കാനുള്ളൊരു സ്പേസാണ്. ഞാൻ ആക്ച്വലി ചെന്നപ്പോൾ അത്രയ്ക്ക് വലിയ ഒരു റിസോർട്ടായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. മൊത്തം കവർ ചെയ്ത് കണ്ടപ്പോൾ അവിടെ ഇതുണ്ട്, ടെൻ്റൊക്കെ അടിച്ചിട്ട് നോർമലായിട്ടൊരു പ്ലേസിലാണ്. പിന്നെ ഇങ്ങനെ ഒരു ആർച്ചർ പരിപാടീസൊക്കെ ഉണ്ട്. പിന്നെ ഇത് കുട്ടികൾക്ക് എന്താണ്, നമുക്ക് പാർക്കിംഗ് ആയിരുന്നില്ല, എന്താണെന്നറിയില്ല, വെള്ളം പോലും ക്ലിയർ ആയിരുന്നില്ല. പിന്നെ നമുക്ക് ആ പറയുന്ന MPV മൾട്ടി പർപ്പസ് വെഹിക്കിൾ, അതിനൊരു 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ആ കാണുന്ന ബോളിൽ കയറിയിട്ട് നമുക്ക് അതൊരു വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്ന ബോളാണ്. 2 പേർക്കാണെന്ന് തോന്നുന്നു അതിനകത്ത് കയറാൻ പറ്റുന്നത്. പക്ഷേ ഒരാൾക്ക് 70 കിലോ താഴെ ഭാരം പാടുള്ളൂ. പിന്നെ ഇത് സിപ്പ് ലൈൻ. അപ്പോൾ ഇതിലെല്ലാത്തിനും കയറണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാൻഡ് തരും. ആ ബാൻഡിനകത്ത് ഒരു 14 ഡോട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ ഡോട്ട്സ് അല്ലെങ്കിൽ ചില സാധനങ്ങൾക്ക് 3 ഡോട്ട് വേണ്ടി വരും. അങ്ങനെ 3 ഡോട്ട് ടിക്ക് നമുക്ക് കയറിപ്പോം. പിന്നെ ഇതാണ് അഡ്വഞ്ചർ സോൺ. ഇതിൽ ആ ഏറ്റവും മുകളിൽ കാണുന്ന സാധനം ഭയങ്കര അടിപൊളി, വഴിയെ പറയാം. പിന്നെ നമുക്ക് കാണുമ്പോൾ ഇത് എന്തിനാന്ന് പറയുമ്പോൾ അവരിങ്ങനെ കുറച്ച് അരയന്നങ്ങളോ എന്ത് സാധനം എന്തോ ഒരു ഇതിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത് കാണാൻ പറ്റും. അത് മാത്രം അവിടെ ഒരു മൃഗങ്ങൾ എന്നുള്ള അല്ലെങ്കിൽ പക്ഷികൾ എന്നുള്ള ലെവലിൽ അട്രാക്റ്റീവായിട്ട് സാധനം. പിന്നെ ഞാനപ്പോൾ എന്താ വെച്ചാൽ ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തത് സിപ്പ് ലൈനാണ്. സിപ്പ് ലൈൻ അത്യാവശ്യം ഒരു സേഫായിട്ടൊക്കെയാണ് ചെയ്യണത്. ഇതുപോലെ കുറച്ച് ഓൾഡായിട്ടുള്ള സാധനങ്ങളായിട്ട് തോന്നും. പക്ഷേ അത് എപ്പോഴും ആളുകൾ ഇങ്ങനെ വന്ന് ഫ്രീ അല്ലേ, കാര്യം കയ്യിൽ കിട്ടിയ ബാൻഡിനകത്ത് ഡോട്ട്സ് റിമൂവ് ചെയ്താൽ മാത്രം മതി. ഈ സിപ്പ് ലൈനിൽ എനിക്ക് വേണമെങ്കിൽ 3 ഡോട്ട് ആവശ്യമുണ്ട്. അപ്പോൾ 14 3 അവർ കട്ട് ചെയ്യും. ഈ ചേച്ചി ഭയങ്കര കറേജസ് ആയിരുന്നു, കാരണം കൊച്ചിനെയൊക്കെ വെച്ചിട്ടാണ് പോയത്. അടുത്ത എൻ്റെ കൂടെ ആയിരുന്നു. ഞാൻ കയറിയിട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. കാരണം എങ്ങാനും പട്ടി കണ്ട് കഴിഞ്ഞാൽ തീർന്നു വരടി, ഓൾറെഡി കാലം ഒടിഞ്ഞതാണ്, ഒന്നുകൂടെ ഒടിയും. പിന്നെ നമ്മൾ നേരെ 2 കൽപ്പിച്ച് സിപ്ലൈനിലും കയറിയപ്പോൾ ഞാനൊരു കാര്യം മൊബൈൽ ഹോൾഡ് ചെയ്തുകൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫ്രണ്ടിലേക്ക് പോയില്ല, ഈ സാധനം നേരെ ബാക്കിലേക്ക് തിരിഞ്ഞു. അപ്പം ഞാൻ എന്നെ വിട്ട സ്ഥലത്തേക്ക് എൻ്റെ കണ്ണ് പോയത്. ഞാൻ അങ്ങോട്ട് പോണ സ്ഥലത്തേക്ക് എനിക്ക് ഡയറക്റ്റ് നിൽക്കാൻ പറ്റിയില്ല. ഞാൻ ഫോൺ വെച്ച് അങ്ങോട്ട് കണ്ട്, ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്തു, അത് പിന്നെ കാണേണ്ട അവസ്ഥ വന്നു. പിന്നെ ഇതവിടെ കണ്ടൊരു ഫുട്ബോൾ പരിപാടിയാണ്. ഇത് അടിപൊളിയാണ്. നമ്മളിപ്പോൾ വാട്ടർ പൂളിൽ അല്ല പൂൾ ഫുട്ബോളൊക്കെ കളിക്കുന്ന പോലെ ഇത് ഗ്രൗണ്ടിൽ കുറേ കമ്പിയൊക്കെ ഇട്ട് വെച്ചൊരു സെറ്റപ്പ്. അതായത് പ്രോപ്പർ ഫുട്ബോൾ ഓടുമൊന്നും വേണ്ട, പക്ഷെ രസമാണ്. പക്ഷെ നമ്മളല്ല, അത് നമ്മുടെ ഗ്യാങ്ങിൽ എല്ലാവരും സ്കാറ്റഡ് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ അഡ്വഞ്ചർ സോൺ. ഞാൻ ആദ്യം ഇത് ട്രൈ ചെയ്യാനായിട്ട് 2 സ്റ്റെപ്പ് എടുത്ത് വെച്ചു. ആക്ച്വലി നമ്മൾ കാണുമ്പോൾ ഞാൻ മൊത്തം കവർ ചെയ്യുന്നില്ല. ഞാൻ 2 സ്റ്റെപ്പ് വെച്ചപ്പോൾ മനസ്സിലായി, ആദ്യം തന്നെ ഇവിടെ നിന്ന് ആടുന്നുണ്ടായിരുന്നു. അപ്പോൾ നടുക്ക് എന്ന് കഴിഞ്ഞാൽ ഫുൾ ബാലൻസ് ഇട്ടത് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ അവർ റിക്കവറിയൊക്കെ വരേണ്ടി വരും, ഞാൻ അതുകൊണ്ട് വിട്ടു. പിന്നെ നമ്മൾ നെക്സ്റ്റ് ട്രൈ ചെയ്ത സാധനമാണ് ഇത് ശരിക്കും സിപ്പ് ലൈൻ എന്ന് പറയാൻ പറ്റും. സിപ്പ് ലൈൻ ആണ് ആക്ച്വലി, പക്ഷേ നമുക്കിവിടെ നിൽക്കാം, മുകളിൽ കൈ പിടിച്ച് ചാരി നിൽക്കാം. ഞാൻ മുകളിൽ കൈ പിടിച്ച് ചാരി നിന്ന് നൈസായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഡോട്ട്സ് കണ്ടോ, ആ ബാൻഡ് കണ്ടോ, എന്താ ഒരു കയറുമ്പോൾ തന്നെ തരും. ഇതിപ്പോൾ ഞങ്ങൾ ആ കമ്പനി ചാരി നിന്നിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോയി അവിടെ എത്തി. ഇതിന് എത്ര 1 ഡോട്ടോ അങ്ങനെ എന്തോണോ അവർ എടുത്തോളൂ, ഒരെണ്ണം തോന്നുന്നത്. പിന്നെ പോയതാണ് സൈക്ലിങ്. ഇത് രസമായിരുന്നു. ഇതൊക്കെ 2 തവണയൊക്കെ ചെയ്തു, കാരണം നമുക്ക് ഈ ഡോട്ട്സ് എണ്ണം കൂടുതലുള്ളതുകൊണ്ട് എല്ലാത്തിലും കയറാതെ ഇരിക്കുന്നുണ്ട്. വേണമെങ്കിൽ 2 തവണയൊക്കെ ട്രൈ ചെയ്യാം. ഇത് നമുക്ക് പോകുമ്പോൾ നമുക്ക് ചെറിയൊരു ഇത് തോന്നും, പക്ഷേ ഞാനിത് 2 തവണ ട്രൈ ചെയ്തു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് സൈക്കിൾ ചവിട്ടി തന്നെ വാട്ടരെത്തുമ്പോഴത്തേക്ക് ശരിക്കും സ്ട്രെസ് ചെയ്ത് ചവിട്ടണമായിരുന്നു, കാരണം അല്ലെങ്കിൽ അത് കയറില്ല. കുറച്ചൊരു സ്പൈക്ക് ഉണ്ട് അവിടെ, അത്രേ ഉള്ളൂ. പിന്നെ മൊത്തത്തിൽ സംഭവം കൊള്ളായിരുന്നു. കണ്ടോ, അത് അവിടെ ചെയ്യുമ്പോൾ കണ്ടോ, ഞാൻ കുറച്ച് ആഞ്ഞ് ചവിട്ടുന്നുണ്ട്, കാരണം വെച്ചാൽ അവിടെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഭയങ്കര സ്പീഡിൽ തന്നെ അവിടെ ചെന്ന് ഇടിച്ച് നിൽക്കും. പക്ഷെ അവിടെ ആൾ ഓടി വന്നു, അയാൾ അപ്പുറത്തെങ്ങാണ്ടായിരുന്നു, അയാൾ ഓടി വന്നതിനെ പിടിച്ചു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ MPV വെഹിക്കിൾ. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആക്സിലേറ്ററൊന്നും നമ്മൾ കൈകൊണ്ട് തിരിക്കുമെന്നില്ല, സൈഡിലൊരു ഒരു ഒരു ലിവർ വെച്ചിട്ടുണ്ട്. ആ ലിവർ പിടിച്ച് പ്രസ് ചെയ്യുമ്പോൾ ആക്സിലേറ്റർ വർക്കാവും അങ്ങനെ. പിന്നെ നമ്മളിത് നമ്മുടെ അക്സെഞ്ചറിലെ എംപ്ലോയി ആണ്, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന അക്സെഞ്ചറിലാണ്.
പിന്നെന്താ, പിന്നെ മൊത്തത്തിൽ കൊള്ളായിരുന്നു. പക്ഷെ നമ്മുടെ കേരളത്തിലെ റിസോർട്ട് പോലെ അത്രയ്ക്ക് ഒരുപാട് പച്ചപ്പോ ഹരിതാഭ്യോ അങ്ങനെ ഒരുപാട് സ്പേസോ ഒന്നും ഇല്ല ഇവിടെ. ആക്ച്വലി ഇത് കേരള കർണാടക ബോർഡറാണ് ഇത് വരുന്നത്, എന്നിട്ടും അത്രയ്ക്ക് സെറ്റപ്പ്